ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ അല്പനേരത്തെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സന്തോഷിക്കൂ, രക്ഷിതാവ് ജനിച്ചു. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. രക്ഷകൻ ജനിച്ചുവെന്ന ഈ ദിവ്യ സന്ദേശം ആദ്യം കേട്ടവർ ഇടയന്മാരായിരുന്നു. ലോകം അവരെ വിലയിരുത്തിയില്ലെങ്കിലും ദൈവം അവരെ ആദ്യം സന്ദേശം സ്വീകരിക്കുന്നവരാക്കി. ആരായാലും എത്ര ചെറുതായാലും ദൈവസ്നേഹം എല്ലാവർക്കും തുല്യമാണ്. ലോകം നിരാശയിലും അനിശ്ചിതത്തിലും മൂടിക്കിടക്കുന്നുവെങ്കിലും യേശുവിൽ നമുക്ക് ഉറച്ച പ്രത്യാശയുണ്ട്. മനുഷ്യനെ ദൈവത്തിൽ നിന്നും വേർപെടുത്തിയ ഇരുട്ടിനെ പൊളിച്ചെഴുതുവാൻ പ്രകാശമായി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ ആഘോഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം എവിടെയാണ്? ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, വിളിക്കപ്പെട്ട ഞാൻ വിണ്ണോളം ഉയർന്നു നിൽക്കാൻ ശ്രമിക്കുന്നു, വിളിച്ചവൻ മണ്ണോളം താണിറങ്ങി നിൽക്കുമ്പോൾ സമാനത നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് സമത്വം മുറുകെ പിടിക്കാത്തവൻ താണിറങ്ങി വന്നു. അതുകൊണ്ട് പുൽക്കൂട് നമുക്കൊരു വെല്ലുവിളിയാണ്. ക്രിസ്തുവിൻ്റെ ആഗമനത്തിലൂടെ നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് എങ്ങനെയെന്നാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത്. ഒന്നാമതായി, അകന്നുപോയ മനുഷ്യനെയും ദൈവത്തെ ഒന്നിപ്പിക്കുക എന്നതാണ്. ഏദൻ തോട്ടത്തിൽ വെച്ചാണ് മനുഷ്യനും ദൈവം തമ്മിലുള്ള അകൽച്ച ആരംഭിക്കുന്നത്. അത് പിന്നീട് പല ഘട്ടങ്ങളിൽ കൂടി വന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ വരവിലൂടെ മനുഷ്യനും ദൈവവും തമ്മിൽ അകന്നുപോയ കണ്ണി കൂട്ടിയോജിപ്പിക്കുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ അടുക്കുന്നു, ദൈവവും മനുഷ്യനും തമ്മിൽ ചേരുന്നു എന്നുള്ളത് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ്. ഇതൊരു റീകൺസിലേഷൻ്റെ സമയമാണ്. അനുരഞ്ജനം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെ ഒരു കാലമായി ക്രിസ്മസിനെ നമുക്ക് കാണാം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ തൻ്റെ പരമയാഗത്തിലൂടെ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു മാറ്റി ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർക്കാൻ കാലസമ്പൂർണതയിൽ യേശു ഭൂമിയിലേക്ക് വന്നു. ഇരുപക്ഷത്തെയും ഒന്നാക്കുവാനാണ്, അതായിരുന്നു യേശു കർത്താവിലൂടെ സാധ്യമാക്കിയത്. രണ്ടാമതായി, അവൻ നമുക്കിടയിൽ പാർത്തു. ഇമ്മാനുവേൽ, ലോർഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ. അവൻ നമുക്കിടയിൽ പാർത്ത ദൈവം, അവൻ നമുക്കിടയിൽ കൂടാരം അടിച്ചു. നമ്മെ അറിയുന്ന ദൈവം നമ്മോടുകൂടെ പാർക്കുന്നു. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സന്ദേശവും അതുകൊണ്ട് ദൈവത്തെ അറിയാൻ നമുക്ക് സാധിക്കുന്നു. മൂന്നാമതായി, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. യേശു കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. വീണ്ടും അതിനോട് കൂട്ടിച്ചേർത്തൊരു വാക്യം പറയുന്നു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. അതിൽ ജാതി, മത, ഭേദ, വർണ്ണ വിവേചനം ഇല്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന യേശുവിനെ നമുക്ക് കാണാം. അങ്ങനെയുള്ള സന്തോഷ ദിവസങ്ങളാണ് ക്രിസ്മസ്. അതുകൊണ്ടാണ് മാലാഖമാർ പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനം.